ലോകമൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ? അതെ എന്നാണ് റഷ്യ ഇപ്പോൾ ഔദ്യോഗികമായി ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നത്. 2030 റഷ്യയുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് നാറ്റോയും യൂറോപ്യൻ യൂണിയനും തയ്യാറെടുക്കുകയാണെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗ്രൂഷ്കോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സമാധാനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുകയും മറുഭാഗത്ത് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പൗരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ലോകത്തെ മുഴുവൻ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്തുകൊണ്ടാണ് റഷ്യ കൃത്യമായി 2030 എന്നൊരു വർഷം എടുത്തു കാണിക്കുന്നത്? ഇത് യൂറോപ്പിലെ ജനങ്ങൾക്കുള്ള റഷ്യയുടെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റുകൾ കുത്തനെ കൂട്ടി ആയുധ നിർമ്മാണം വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. അതായത് ഒരു യുദ്ധകാല സമ്പദ് വ്യവസ്ഥയിലേക്ക് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഈ റഷ്യൻ വിരുദ്ധ നയങ്ങളും സൈനികവൽക്കരണവും യൂറോപ്പിലെ സാധാരണക്കാരുടെ സാമ്പത്തിക നിലയെ വരും വർഷങ്ങളിൽ പൂർണ്ണമായും തകർത്തേക്കാം. റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നിലവിലുള്ളത്. നാറ്റോയുടെ വികാസവും യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായും ഒരു സൈനിക സഖ്യമായി മാറിയതുമൊക്കെ പാശ്ചാത്യ സ്വാതന്ത്ര്യത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് കാണിക്കുന്നത്. രാജ്യങ്ങൾക്കിടയിലുള്ള സുരക്ഷാ അതിരുകൾ മായ്ച്ചു കളഞ്ഞ് ഇന്ന് യൂറോപ്പിനെ മുഴുവൻ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് നാറ്റോ. 2030 ഒരു യുദ്ധമുണ്ടാകുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ റഷ്യ വെറുതെ ഇരിക്കുകയല്ല. അവർ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ചൈന, ഇറാൻ, ഉത്തര കൊറിയ, ഇന്ത്യ എന്നിവരുമായിട്ടുള്ള സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ഇതിനോടകം തന്നെ ശക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതോടെ 1945 ശേഷമുള്ള അമേരിക്കൻ ആധിപത്യത്തിലുള്ള ലോകക്രമം എന്നേക്കുമായി തകർന്നടിഞ്ഞിരിക്കും എന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ ഇത്തരമൊരു ഭയാനകമായ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയെ പോലുള്ള ചേരിചേരാ രാജ്യങ്ങൾക്കും ഭാവിയിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ലോകം 2 സൈനിക ചേരികളായി തിരിയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം ചേരാൻ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകും. സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി സ്വയം ചമയുന്ന അമേരിക്കയും യൂറോപ്പും തന്നെയാണ് സ്വന്തം ആധിപത്യം നഷ്ടപ്പെടാതിരിക്കാൻ ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ന്യൂസ് ഡെസ്ക് മലയാളം.